ഞാൻ എന്നെ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഡോക്ടർ സഞ്ജയ്, MGMM ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധൻ. ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം അവബോധം വേണം. ഒന്ന് പ്രമേഹം വേണം. ഇതൊക്കെ നമ്മുടെ ഒന്നിൽ മടി കൊണ്ടാണ്, അല്ലെങ്കിൽ ആരും ഇല്ലാത്തത് കൊണ്ടാണ്. ഒന്നിൽ രോഗിയുടെ മടി എന്നോട് വരുമ്പോൾ നമ്മൾ വീട്ടിനടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഉദാസീനത കൊണ്ട് പോകത്തില്ല. അല്ലെങ്കിൽ ക്യാമ്പാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും, ക്യാമ്പിൽ കൂടെ കിട്ടുന്ന ചികിത്സ ഒരിക്കലും ഈ ക്വാളിറ്റി കുറഞ്ഞതല്ല. അത് ഗവൺമെന്റ് ഒരു പദ്ധതി ആണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 1 ലക്ഷത്തോളം നേത്ര സർജറികൾ ചെയ്ത് ഒരു ദിവസം കൊണ്ട് 123 നേത്ര സർജറികൾ നടത്തി വേൾഡ് റെക്കോർഡ് വരെ എത്തി നിൽക്കുന്ന ഡോക്ടർ സഞ്ജയ് സാറിൻ്റെ OPയിലാണ്. കണ്ണിലൊരു ചെറിയ പൊടി വീണാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. കണ്ണിലുണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയും അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും സാർ ഇന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നു. കണ്ണിൻ്റെ അസുഖങ്ങളാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നവരാണ് നമുക്ക് ചുറ്റിനുള്ള പലരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ. മാക്സിമം ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം നല്ലൊരു ഡോക്ടറെയോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇതിന് ചെയ്യേണ്ടതെന്നും പലർക്കും അറിയത്തില്ല. കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയും അതിനുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും നിങ്ങൾക്ക് ഡോക്ടറുമായിട്ട് നേരിട്ട് സംസാരിക്കണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഞാൻ ഡോക്ടറിൻ്റെ കോൺടാക്റ്റ് നമ്പർ തരാം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഹണി കാർത്തിക യൂട്യൂബ് ചാനലിലെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ നമസ്കാരം. ഞാൻ എന്നെ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഡോക്ടർ സഞ്ജയ്, MGMM ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധൻ. ഞാൻ ഏതൊരു 20 വർഷമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 235 ദശലക്ഷം ആളുകൾക്ക് കാഴ്ചക്കുറവ് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് ലളിതമായിട്ട് പറഞ്ഞാൽ ഓരോ മിനിറ്റിൽ ഒരു കുട്ടിക്കും ഒരു 5 സെക്കൻഡിൽ ഒരു മുതിർന്ന ആൾക്കും കാഴ്ച കുറഞ്ഞു വരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും തീവ്രമായ ഇടപെടലുകൾ ഈ നേത്രാരോഗ്യ രംഗത്ത് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഏതാണ്ട് 80% കാഴ്ചക്കുറവുകൾ പരിഹരിക്കപ്പെടാവുന്നതോ അല്ലെങ്കിൽ ചികിത്സിക്കപ്പെടാവുന്നതോ ആണ്. ബാക്കി 20% മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു വേവലാതി വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത് ഗവൺമെന്റ് ആയാലും ഗവൺമെന്റ് ഇതര സംഘടനകളായാലും ഒരുപാട് നേത്ര പരിചരണ ക്യാമ്പുകളും ഒക്കെ സംഘടിപ്പിക്കുകയും ചികിത്സകൾ നൽകുകയും ചെയ്യുന്നത്. ഈ വാർദ്ധക്യ സഹജമായ അന്ധത അല്ലെങ്കിൽ കാഴ്ചക്കുറവ്, അതിൽ ഏറ്റവും പ്രധാനം തിമിരമാണ്. കണ്ണിനുള്ളിൽ സുതാര്യമായ ഒരു ലെൻസ് വാർദ്ധക്യം അല്ലെങ്കിൽ പ്രായം കൂടുന്നതോടും അല്ലെങ്കിൽ പ്രമേഹം മറ്റുള്ള അസുഖങ്ങൾ കൊണ്ടും ഈ സുതാര്യമായ ലെൻസ് അതാര്യമായി വെളുത്തു പോകുന്ന ഒരു അവസ്ഥയാണ് തിമിരം. രണ്ടാമത് കുട്ടികളുള്ള കാഴ്ചക്കുറവുകൾ അറിയാമല്ലോ. സ്കൂളുകളിൽ നമ്മൾ കുട്ടികൾക്ക് കാഴ്ച ബെഞ്ചിലിരുന്ന് കഴിഞ്ഞാൽ ബോർഡ് കാണാനൊക്കാതിരിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെല്ലാം കണ്ണട അത്യാവശ്യമാണ്. കാണുവാൻ വേണ്ടി മാത്രമല്ല കണ്ണാടി, കാഴ്ച പ്രിസർവ് ചെയ്യാൻ കൂടിയാണ് കണ്ണാടി. കാഴ്ച അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 40% കാണാം, ബാക്കി 60% കാണാം. 40% കണ്ണാടി വെച്ചാലേ കാണുള്ളൂ എങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആയ 60% കാണാം, ബാക്കി 40% കണ്ണാടി വെച്ചാലേ കാണുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു കൂട്ടുകാർ കളിയാക്കുന്നു, എനിക്ക് എന്റെ ഭംഗിക്ക് അതിന് പ്രശ്നമാകുന്ന കണ്ണട ഞാൻ ഉപയോഗിക്കുന്നില്ല കണ്ണാടി. അപ്പോൾ ഞാൻ പ്രായമാകുമ്പോഴും എനിക്ക് പ്രായമുണ്ടല്ലോ, ഞാൻ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഞാൻ വലുതാവുമ്പോഴും ഞാൻ കണ്ണാടി വെച്ചാലും ഈ 40% കാഴ്ച കിട്ടില്ല. അപ്പോൾ നമുക്കറിയാം പല ജോലികൾക്കും ലൈസൻസിനുമൊക്കെ 6/6 ഒരു മാനദണ്ഡമാണ്. അപ്പോൾ കണ്ണാടി വെക്കുക, കിടക്കാനും കുളിക്കാനും മാത്രമേ എടുക്കാവൂ. അതുപോലെ നിങ്ങൾക്ക് അറിയപ്പെടുത്ത ഏറ്റവും വലിയൊരു പ്രശ്നം മൊബൈൽ ഫോണാണ്. എന്തായാലും അധികം അമൃതും വിഷമാണെന്ന് പറയുന്നത് പോലെ TV കാണുമ്പോഴും മൊബൈലിൽ കാണുമ്പോഴല്ല അതിന്റെ ഡിസ്റ്റൻസും ഒരുപാട് സമയം അതുമായിട്ട് ഇരിക്കാതെ നല്ല ഒരു എന്താ പറയുന്നത് അതിന്റെ ഡിസ്റ്റൻസ് മൊബൈൽ അതിന്റെ ഒരു ഫിൽറ്ററുകളൊക്കെ ഉപയോഗിക്കുക. പിന്നെയുള്ള അടുത്തത് പ്രമേഹമാണ്. പ്രമേഹം
കണ്ണിനകത്ത് ഉള്ള രക്തക്കുഴലിനകത്ത് ചെറിയ സുഷിരം ഉണ്ടാകും. 5 വർഷം അതിൻ്റെ ഒരു ക്രോണിസിറ്റി കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്തൂടെ രക്തം കണ്ണിനുള്ളിലേക്ക് അതിൻ്റെ രക്തത്തിൻ്റെ കൂടെ തന്നെ കൊഴുപ്പും കണ്ണിൻ്റെ ഞരമ്പുകളിൽ അടിയുകയും ഒരു വലിയ സോഷ്യോ എക്കണോമിക് പ്രശ്നമായിട്ട് മാറുകയും ചെയ്യുന്നു. ഒന്ന്, അന്ധതയാണ് ഏറ്റവും വലിയ പ്രശ്നം. അന്ധത ഒരു വലിയ വാർദ്ധക്യത്തിൽ മറ്റുള്ളവർക്ക് ബാധ്യതയായി മാറുന്നു ഒരാൾ. രണ്ടാമത്, ഇപ്പോൾ കണ്ണിന്റെ ഞരമ്പുകൾ നീര് കുറയ്ക്കാനൊക്കെ ഒരു ഇഞ്ചക്ഷൻ 30,000 വരെ വിലയുള്ള ഇഞ്ചക്ഷനാണ്. 15 എടുക്കുമ്പോൾ ഒന്നാമത് ആ ഒരു വാർദ്ധക്യമാണ്. അപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം വേണ്ടി മാറ്റി വെക്കാതൊക്കെ പറഞ്ഞാൽ അതൊരു വലിയൊരു സോഷ്യോ എക്കണോമിക് പ്രശ്നമായിട്ട് മാറുന്നു. നാലാമത്, പിന്നെയും കണ്ണിനകത്ത് നമ്മുടെ ശരീരത്ത് പ്രഷർ ഉള്ളതുപോലെ കണ്ണിനകത്ത് പ്രഷറുണ്ട്. അതിന് ഗ്ലോക്കോമ എന്നാണ് പറയുന്നത്. കാഴ്ചമണ്ഡലം വെളിയിൽ നിന്ന് അകത്തേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേജ് വരെ ദൂരെ കാണാം. അപ്പോൾ അത് എല്ലാം 40 ദിവസം കഴിഞ്ഞാൽ ദയവായിട്ട് നിങ്ങളൊരു നേത്രരോഗ വിദഗ്ധയോ കണ്ടിട്ട് ഒരു കോംപ്രിഹെൻസീവ് ചെക്കപ്പ് നടത്തുക. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാം, ചികിത്സ കൊണ്ട് ഗ്ലോക്കോമയാണെങ്കിൽ മെഡിസിനോ അല്ലെങ്കിൽ പ്രമേഹം ലേസറോ ഒക്കെ കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നം നമ്മുടെ ഒരു മടി അല്ലെങ്കിൽ ഒരു ഉദാസീനത കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടുള്ളവരുടെ ഉദാസീനത കൊണ്ടാണ് ഇത്രയും അന്ധതയിലേക്ക് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഇപ്പം വെൽഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. കാഴ്ച അമൂല്യമാണ്. ലോക സമസ്ത ഒരുപാട് സംസ്കാരങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്മ മാത്രം വരട്ടെ, ദൈവം രക്ഷിക്കട്ടെ. ഹണി കാർത്തിക ചാനലിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും കാർത്തികയ്ക്കും എല്ലാവരും നന്മകളും ഐശ്വര്യങ്ങളും ആരോഗ്യവും നേരുന്നു. നന്ദി.